കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച തിയറം എന്തായിരുന്നു? ഈ എഡ്ജ് കണക്ടിവിറ്റി ഒരിക്കലും ആ ഗ്രാഫിലെ വെർട്ടക്സിൻ്റെ മിനിമം ഡിഗ്രിയേക്കാൾ എന്താണ് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ. അതേപോലെ വേറൊരു തിയറമാണ് ഇന്ന് നോക്കുന്നത്. അതായത് വെർട്ടക്സ് കണക്ടിവിറ്റി ഒരിക്കലും എഡ്ജ് കണക്ടിവിറ്റിയേക്കാൾ കൂടാൻ പാടില്ല. അതായത് കെ ഓഫ് ജി എപ്പോഴും ലാംഡ ജിയെ കാട്ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. പിന്നെ ഈ തിയറം എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. എങ്ങനെ? കെ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? ഈ മിനിമം ഓഫ് ഇതിവിടെ ഇട്ടിട്ട് അത് മൂന്നും കൂടെ ഒരുമിച്ച് വെച്ച് എന്ത് ചെയ്യണം? ആദ്യം പഠിച്ച തിയറവും ഈ തിയറവും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ അവിടെ എക്സാമ്പിളായിട്ട് ഈ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രാഫിൻ്റെ വെർട്ടക്സ് കണക്ടിവിറ്റി എത്രയാണ്? 1 ആണ്. കാരണം എന്താണ്? മിനിമം ഞാൻ ഈ ഒരു വെർട്ടക്സ് റിമൂവ് ചെയ്താൽ ഇത് ഡിസ്കണക്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെർട്ടക്സ് കണക്ടിവിറ്റി 1 ആണ്. ഇതിൻ്റെ എഡ്ജ് കണക്ടിവിറ്റി ഓഫ് ലാംഡ ജി എന്താണ്? ഇത് റിമൂവ് ചെയ്താൽ അതൊരിക്കലും ഡിസ്കണക്ട് ആവുന്നില്ലല്ലേ. ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. മിനിമം ഞാൻ 2 എണ്ണമെങ്കിലും റിമൂവ് ചെയ്യുമ്പോഴാണ് ഇത് ഡിസ്കണക്ട് ആവുന്നതല്ലേ. ഇതിപ്പോൾ ഇതും ഞാൻ റിമൂവ് ചെയ്താൽ ഇതൊരു പാർട്ടാവും, ഇത് ഇത്രയും വേറൊരു പാർട്ടാവും. അപ്പോൾ ലാംഡ ജി എന്ന് പറയുന്നത് എന്താണ്? 2 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ്? എൻ്റെ വെർട്ടക്സ് കണക്ടിവിറ്റി കണ്ടോ? എൻ്റെ എഡ്ജ് കണക്ടിവിറ്റിയെ കാട്ടി കുറഞ്ഞാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് എനിക്കിവിടെ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. എഡ്ജ് കണക്ടിവിറ്റിയെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടാണ് ലാംഡ വെച്ചാണ്. ഇപ്പോൾ ഇവിടുത്തെ കട്ട് സെറ്റ് ഇതായിരിക്കും 2 ആയിരിക്കും അല്ലേ. അതായത് കട്ട് സെറ്റിൽ 2 എലമെൻറ്റ് കാണുന്നല്ലേ അർത്ഥം. ആ 2 കട്ട് സെറ്റ് എന്ത് ചെയ്യും? ഈ ഗ്രാഫിനെ 2 ആയിട്ട് എന്ത് ചെയ്യും? ഡിസ്കണക്ട് ചെയ്യും. അതായത് V1 V2 എന്ന് പറയുന്ന 2 സെറ്റായിട്ട് ഇതിനെ എന്ത് ചെയ്യും? ഡിസ്കണക്ട് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? കട്ട് സെറ്റ് എസ് പാർട്ടീഷൻ ദ സെറ്റ് ഓഫ് വെർട്ടീസസ് ഓഫ് G ഇൻറ്റു 2 ഡിസ്ജോയിൻറ്റ് സബ്സെറ്റ്സ് ഏതൊക്കെയാണ്? V1 ആൻഡ് V2 എന്ന് പറയുന്ന 2 ആയിട്ട് മാറും. അതായത് ഞാൻ ഈ 2 എഡ്ജ് റിമൂവ് ചെയ്യുമ്പം ഇത് ഇത്രയും ഒരു പാർട്ടായിട്ട് മാറും, പിന്നെ ഇത് ഇത്രയും ഒരു പാർട്ടായിട്ട്, അങ്ങനെ 2 ആയിട്ടത് ഡിസ്കണക്ട് ആവുന്നുണ്ടല്ലേ. ദെയർഫോർ ദെയർ എക്സിസ്റ്റ് എ കട്ട് സെറ്റ് ഓഫ് ജി വിത്ത് ലാംഡ എഡ്ജ്. ഞാൻ പറഞ്ഞു എൻ്റെ എഡ്ജ് കണക്ടിവിറ്റി ഓഫ് ജി എന്ന് പറയുന്നത് ലാംഡ. അതായത് ഈ ഒരു ഫിഗർ അനുസരിച്ച് എൻ്റെ എഡ്ജ് കണക്ടിവിറ്റി 2 ആണ്. അപ്പോൾ അവിടെ എന്താണ്? ഒരു കട്ട് സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. എത്ര എഡ്ജസ് ഉള്ള? 2 എഡ്ജുള്ള കട്ട് സെറ്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലേ. കാരണം ഇവിടെ 2 എഡ്ജാണ്. എൻ്റെ ലാംഡ ജി 2 ആണ്. എൻ്റെ കട്ട് സെറ്റിൽ എത്ര എലമെൻറ്റ്സ് കാണും? 2 എലമെൻറ്റ്സ് കാണുമെന്ന് മനസ്സിലായി. അതാണ് ഇവിടെ പറയുന്നത് ദെയർ എക്സിസ്റ്റ് എ കട്ട് സെറ്റ് ഓഫ് ജി വിത്ത് ലാംഡ എഡ്ജസ്. പിന്നെ നമ്മുടെ കട്ട് സെറ്റിൻ്റെ പ്രത്യേകത എന്താ? ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫിനെ എന്തായിട്ട് മാറും? 2 ഡിസ്ജോയിൻറ്റ് സബ്സെറ്റുകളായിട്ട് അതെന്ത് ചെയ്യും? പാർട്ടീഷൻ ചെയ്യും. V1 V2. അതായത് ഈ ഒരു ഗ്രാഫിനെ കണ്ടോ? V1 ഇത് V2 ഇങ്ങനെ 2 ആയിട്ട് പാർട്ടീഷൻ ചെയ്തില്ലേ. അതാണ് നമ്മുടെ കട്ട് സെറ്റിൻ്റെ പ്രത്യേകത. പിന്നെ എന്താണ്? അറ്റ്മോസ്റ്റ് ലാംഡ എൻ പോയിൻറ്റ്സ് അറ്റ് ദ എഡ്ജസ് എസ് ലൈസ് ടു ഈച്ച് ഓഫ് V1 ആൻഡ് V2. അതായത് ഇപ്പം ഈ ഒരു ഗ്രാഫ് എടുക്കുവാണെങ്കിൽ ഒരു ഗ്രാഫിന് എത്ര എൻഡ് പോയിന്റ് കാണും? അതായത് ഒരു കട്ട് സെറ്റ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ഇവിടെ നിൽക്കുമായിരിക്കും അല്ലേ, മാറ്റില്ല. ഇപ്പം ഞാൻ ഈ ഒരു എഡ്ജ് എടുക്കുവാണെങ്കിൽ ഈ എഡ്ജിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് എൻ്റെ V1 എന്ന് പറയുന്ന പാർട്ടീഷനിലും മറ്റേ എൻഡ് എവിടെ ആയിരിക്കും? V2 എന്ന് പറയുന്ന പാർട്ടീഷനിലും ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓൾമോസ്റ്റ് എന്താണ്? ലാംഡ എൻ പോയിൻറ്റ്സ് ഓഫ് ദ എഡ്ജസ് ഇൻ എസ് ലൈസ് ടു ഈച്ച് ഓഫ് V1 ആൻഡ് V2. ഇപ്പം എന്തേ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുത്തു, ഓക്കെ. ഈ ഗ്രാഫിലെ ഇപ്പം ഇതാണ് തന്നെ എൻഡ് പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ഇതൊരു എൻഡ് പോയിൻ്റ് ആണ്, ഈ ഒരു എൻഡ് പോയിൻ്റ് ആണ്. ഈ എൻഡ് പോയിൻറ്റുകളുണ്ടല്ലോ, ഈ എൻഡ് പോയിൻറ്റുകൾ ജോയിൻ ചെയ്തേക്കുന്നതാണ്ട് ഈ ഒരു വെർട്ടക്സ്, ഈ ഒരു എഡ്ജ് കിട്ടല്ലേ. ഈ എഡ്ജ് ഞാനങ്ങ് റിമൂവ് ചെയ്തതാണ്ട് ഇതേപോലെ തന്നെ കിട്ടുമല്ലേ. എന്തായി മാറും? ഇവിടെ ഈ എഡ്ജും അതായത് ഇതാണ് എൻ്റെ എൻഡ് പോയിൻറ്റ്സ്. ഈ എൻഡ് പോയിൻറ്റ്സുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഈ എഡ്ജസ് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞാലും എനിക്ക് ഉണ്ടോ ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇതൊരു ചെറിയ ഗ്രാഫായിട്ട് ഇനി ഇതിൽ ആ ഒരു ഇത് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് കാണിച്ചത് കേട്ടോ. അപ്പോൾ റിമൂവ് അറ്റ്മോസ്റ്റ് എന്താണ്? അറ്റ്മോസ്റ്റ് ആണ്, ഇവിടെ എല്ലാം അറ്റ്മോസ്റ്റ് കേട്ടോ. അപ്പോൾ റിമൂവ് അറ്റ്മോസ്റ്റ് ലാംഡ വെർട്ടീസസ് ഫ്രം V1 ആൻഡ് V2 ദാറ്റ് ആർ ഇൻസിഡൻറ്റ് വിത്ത് എഡ്ജസ് ഇൻ എസ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ എൻഡ് പോയിൻറ്റുകളെങ്കിൽ ഇപ്പോൾ ഈ എൻഡ് പോയിൻറ്റുകളെ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഈ എഡ്ജ് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ഈ ഗ്രാഫ് എന്ത് തന്നെയാണ്? ഡിസ്കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് നിൽക്കുന്നത് അല്ലേ. ഈ ഗ്രാഫ് ഇവിടെ, ഓക്കെ. ഇതാണ് ഇപ്പോൾ എൻ്റെ ഗ്രാഫ്. ഈ ഗ്രാഫിൽ എന്താണ്ട് ഇതാണ് എൻ്റെ കട്ട് എഡ്ജ്. ഇവിടുത്തെ ഈ എഡ്ജ് ഞാൻ റിമൂവ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഡെഫിനേഷൻ അനുസരിച്ച് ഈ ഒരു കട്ട് എഡ്ജിൻ്റെ ഒരു എൻഡ് പോയിൻറ്റ് ഇതാണ് എൻ്റെ ഫസ്റ്റ് പാർട്ടീഷൻ, ഇതെൻ്റെ സെക്കൻഡ് പാർട്ടീഷൻ. ഒരു എൻഡ് പോയിൻറ്റ് ഫസ്റ്റ് പാർട്ടീഷനിലും കിടക്കും, മറ്റേ എൻഡ് പോയിൻറ്റ് സെക്കൻഡ് പാർട്ടീഷനിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് ഇല്ലേ, ഇത് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ എൻഡ് പോയിൻറ്റ്സ്. അതായത് ഇപ്പോൾ ഇവിടെ 2 എൻഡ് പോയിൻറ്റ്സ് ഉണ്ടല്ലേ, കാരണം ഇവിടെ 2 കട്ട് എഡ്ജുകൾ ഉണ്ടായതുകൊണ്ട് ഇവിടെ 2 എൻഡ് പോയിൻറ്റ്സുകളുണ്ട്. അപ്പം ഈ എൻഡ് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എഡ്ജ് ഇതാണ്, ഈ എൻഡ് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എഡ്ജ് ഇതാണ്.
ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ്, ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇതെല്ലാം കൂടെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടേ എനിക്ക് പിന്നെ ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് തന്നെയാണ് കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, റിമൂവ് അറ്റ്മോസ്റ്റ് ലാംഡ വെർട്ടിസസ് ഫ്രം V1 ആൻഡ് V2 ദാറ്റ് ആർ ഇൻസിഡൻറ്റ് വിത്ത് എഡ്ജസ് ഇൻ എസ്. അപ്പം ഇതിനർത്ഥം ഓൾ എഡ്ജസ് ഇൻ എസ് വിൽ ബി റിമൂവ്ഡ് ഫ്രം G ലീവിങ് ഇറ്റ് ഡിസ്കണക്റ്റഡ്. അപ്പം ഇവിടെ എന്താണ്, ആ എൻഡ് പോയിന്റ് റിമൂവ് ചെയ്തപ്പോഴും എനിക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്, ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് തന്നെയാണ് കിട്ടിയത്. പിന്നെ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്താണ്, വെർട്ടക്സ് കണക്ടിവിറ്റി ഒരിക്കലും എഡ്ജ് കണക്ടിവിറ്റീനെ എക്സീഡ് ആക്കുന്നില്ല. അപ്പോൾ K(G) എന്താണ് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു λg ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 തിയറം പഠിച്ചതല്ലേ നിർത്തിയത്, അതുപോലത്തെ തന്നെ വേറൊരു തിയറം കൂടെ ഉണ്ട് ഇതിൽ കേട്ടോ. അത് നോക്കാം. എന്താണ് തിയറം പറയുന്നത്, മാക്സിമം വെർട്ടക്സ് കണക്ടിവിറ്റി വൺ ക്യാൻ അച്ചീവ് ഇൻ എ ഗ്രാഫ് G ഓഫ് n വെർട്ടീസസ് ആൻഡ് ഈ എഡ്ജ് ഈസ് ദ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ നമ്പർ 2e/n അല്ലേ. അതെന്താ സംഭവം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇപ്പം ഞാനിങ്ങനെ ഒരു ഗ്രാഫ് എടുക്കാം. ഈ ഗ്രാഫിൻ്റെ മാക്സിമം വെർട്ടക്സ് കണക്ടിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ, ഇത് ഉപയോഗിച്ചിട്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇവിടെ പറയുന്നുണ്ട് മാക്സിമം വെർട്ടക്സ് കണക്ടിവിറ്റി എങ്ങനെ അച്ചീവ് ചെയ്യും, n വെർട്ടീസസ് വേണം, അതിന് എനിക്ക് ഈ എഡ്ജസ് വേണം അല്ലേ. എന്നിട്ട് 2e/n ചെയ്യുമ്പോൾ എനിക്കൊരു നമ്പർ കിട്ടും. അതായിരിക്കും ഈ ഗ്രാഫിൻ്റെ മാക്സിമം വെർട്ടക്സ് കണക്ടിവിറ്റി. മിനിമം അല്ല, മാക്സിമം ഈ ഒരു ഇതിന് കാണാൻ കഴിയുന്ന ഒരു മാക്സിമം വെർട്ടക്സ് കണക്ടിവിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതിൽ മൊത്തം എത്ര നമ്പർ ഓഫ് വേർട്ടിസസ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടിസസ് ആണ്. 1 2 3 4 5 ഉണ്ടല്ലേ. ഇനി ഇവിടെ എത്ര എഡ്ജസ് ഉണ്ട്, 1 2 3 4 5 6 എഡ്ജസ് ഉണ്ടല്ലേ, 6 എഡ്ജസ് ഉണ്ടല്ലേ. അപ്പോൾ 2e/n എന്ന് പറയുമ്പോൾ 2 × 6 എത്ര, 12/5. 12/5 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടുന്നത്, 2.4 എന്നാണ് കിട്ടുന്നത്. നമുക്ക് ഒരിക്കലും വെർട്ടക്സ് 2.4 വെർട്ടക്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല. കാരണം അത് അങ്ങനെ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല, 2.5 വെർട്ടക്സ് ഉണ്ടെന്നൊന്നും അല്ലേ. അപ്പം അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ദാണ്ടെ ഇത് ഇട്ടേക്കുന്നത്. ഇവിടെ 2 ബോക്സ് ഇട്ടേക്കുന്നില്ലേ, ഇതിനെ പറയുന്ന പേരാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അപ്പം 2.4ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഈക്വൽ ടു എത്ര കിട്ടും, എനിക്ക് 2 എന്ന് കിട്ടും അല്ലേ. അപ്പം ഇത് പറയുന്നത് ഇതിൻ്റെ വെർട്ടക്സ് കണക്ടിവിറ്റി 2 ആണെന്നല്ല, മാക്സിമം ഇതിന് വെർട്ടക്സ് കണക്ടിവിറ്റി 2 വരെ വരാമെന്നാണ് പറയുന്നത്. പിന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം നോക്കിക്കേ. K(G) ലെസ് ദാൻ ഓർ ഈക്വൽ ടു E(G). നമ്മളിത് പഠിച്ചതല്ലേ, മീൻസ് ലാംഡ ഓഫ് ജി. ഓക്കെ, ലാംഡ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് 2e/n. ഇങ്ങനെ പറഞ്ഞും വേണമെങ്കിൽ ഈ ഒരു തിയറം ചോദിക്കാം. ഓക്കെ, ഇതും ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, അത് രണ്ടും കൂടെ നമ്മൾ നേരത്തെ പഠിച്ച തിയറും ഈ തിയറും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. പ്രൂഫ് നോക്കിക്കേ. G എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ്, അതിൽ n വേർട്ടിസസ് ഉണ്ട്, ഈ എഡ്ജസ് ഉണ്ട്. ഇവിടെ ആരെ നമ്മൾ കൊണ്ടുവന്നു, നമ്മുടെ ഹാൻഡ് ഷേക്കിംഗ് തിയറം. കണ്ടോ, ചില ഇതിൻ്റെ അത് ഹാൻഡ് ഷേക്കിംഗ് തിയറം വരുന്നുണ്ട്, അത് എവിടേക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഹാൻഡ് ഷേക്കിംഗ് തിയറം എവിടെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഇനി നോക്കി, ഹാൻഡ് ഷേക്കിംഗ് തിയറം അനുസരിച്ചുള്ള ഇക്വേഷൻ നമുക്കറിയാം. സമ്മേഷൻ D of Vi ഈസ് ഈക്വൽ ടു എന്താണ്, 2e ആണ് നമുക്കറിയാം അല്ലേ. ഓഫ് ഡിഗ്രി ഓഫ് n വേർട്ടീസസ് എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ടു 2e ആണെന്നല്ലേ പറയുന്നത്. അത് ഞാനിത് എഴുതി, സം ഓഫ് ഡിഗ്രി ഓഫ് n വേർട്ടീസസ് ഇൻ G എന്ന് പറയുന്നത് 2e ആണെന്ന് എഴുതി. പിന്നെ പറയുന്നത് എന്താ നോക്കിക്കേ, ഒരു വേർട്ടക്സ് അറ്റ്ലീസ്റ്റ് ഒരു വേർട്ടക്സിൻ്റെ എങ്കിലും ഡിഗ്രി എന്തായിരിക്കും, 2e/n ഈക്വലോ അല്ലെങ്കിൽ ലെസ് ദാനോ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഒരു വേർട്ടക്സിൻ്റെ എങ്കിലും ഡിഗ്രി 2e/n കുറവാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം ഈ എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, മിനിമം ഡിഗ്രിയെ കാട്ടി ലെസ് ദാൻ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കത് അറിയാവുന്ന കാര്യം, നമ്മൾ നേരത്തെ തീരമൊക്കെ പഠിച്ചതല്ലേ. അപ്പോൾ വി നോ ദാറ്റ് ദ കണക്ടിവിറ്റി എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, മിനിമം ഡിഗ്രി ഓഫ് എ വേർട്ടക്സ് ഇൻ G ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഞാൻ എടുക്കും. അപ്പം ഈ ഒരു വെർട്ടക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അതെന്താണ്, ഈക്വൽ അല്ലെങ്കിൽ ലെസ് ദാൻ എന്തായിരിക്കും, ഈ 2e/n എന്നായിരിക്കും പറഞ്ഞേക്കുന്നല്ലേ. അതുകൊണ്ട് ഈക്വൽ അല്ലെങ്കിൽ ലെസ് ദാൻ 2e/n ആണ്. ഇപ്പം നമുക്ക് ഈക്വൽ ടു 2e ആണ്, അതായത് 2e/n ചെയ്തപ്പോൾ എനിക്ക് 2 അല്ലേ കിട്ടിയത്. ഇവിടെ ഏത് വെർട്ടക്സ് എടുത്താലും ഇവിടുത്തെ ഡിഗ്രി എന്താണ് 2 ആണല്ലേ. പിന്നെ ഇവിടെ മാത്രമേ 4 വന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ 2 എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ മിനിമം ആണ്. അപ്പോൾ ഈ 2e/n എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ മിനിമം ഡിഗ്രി ആണല്ലേ, മിനിമം ഡിഗ്രിയോ ആണ് കേട്ടോ. അപ്പം ഈ പറഞ്ഞ ഇതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം, എൻ്റെ ലാംഡ ജി എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2e/n ആണെന്ന് പറയാം. പിന്നെ നമുക്കറിയാം വെർട്ടക്സ് കണക്ടിവിറ്റി എന്താണ്, K(G) അല്ലേ. ഈ K(G) എന്ന് പറയുന്നത്
ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ജി ആണെന്ന് നമ്മൾ എവിടെ പഠിച്ചു? മുമ്പത്തെ തിയറത്തിൽ പഠിച്ചു. കെ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ജി ആണ്. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും എനിക്ക് എന്ത് പറയാം? കെ ഓഫ് ജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2e. ഇത് ഇൻ്റഗ്രൽ ഫംഗ്ഷൻ ഇടണേ. ഇൻ്റഗ്രൽ ഫംഗ്ഷൻ ഓഫ് 2e/n എന്ന് എനിക്ക് പറയാം. ഏതാ? ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും എനിക്കൊരു കൺക്ലൂഷനിൽ എത്താൻ എന്ത്? കെ ഓഫ് ജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2e/n ആണെന്ന്.